ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് CPPA മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പേജ് നമ്പർ 409 എക്സാമ്പിൾ 1. ഓക്കെ, CPPA മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ ഷിഫ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാതെ അത് ABC കമ്പനി ലിമിറ്റഡ് ആസ് ദ ഫോളോയിങ് മോണിറ്ററി ഐറ്റംസ് ടു January 1. അപ്പോൾ കുറച്ച് മോണിറ്ററി ഐറ്റംസ് തന്നിട്ടുണ്ട്. ക്യാഷ് 10,000, അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ്, പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിൾസും ലെസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നെറ്റ് മോണിറ്ററി അസറ്റ് എന്ന് പറഞ്ഞിട്ട് 18,000 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി കുറച്ച് മോണിറ്ററി ട്രാൻസാക്ഷൻസ്, അതായത് മോണിറ്ററി ഐറ്റംസിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് ആ ഇയറിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻഫോർമേഷൻസ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫോർ 50,500 ഡ്യൂറിങ് ദ ഇയർ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കണം. ഡ്യൂറിങ് ദ ഇയർ, അതേപോലെ തന്നെ ഡേറ്റ് ഒക്കെ തന്നാൽ അത് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള എപ്പോഴാണ്? ഡ്യൂറിങ് ദ ഇയർ 52,500 ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സെയിൽസ് നടന്നിട്ടുണ്ട് 17,000, അതെന്താണ്? ഡ്യൂറിങ് ദ ഇയർ ആണ്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 17,500, അതും എന്താണ്? ഡ്യൂറിങ് ദ ഇയർ ആണ്. ഇനി നോക്കൂ, ഓൺ 1 ജൂലൈ ഒക്കെ ഡേറ്റ് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓൺ 1 ജൂലൈ എ മെഷീൻ ഓഫ് 9,000 വാസ് സോൾഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൺ December 31 എ മെഷീൻ വാസ് പർച്ചേസ്ഡ് ഫോർ ₹12,500. ഓക്കെ, ഇനി ജനറൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് തന്നിട്ടുണ്ട്. കുറച്ച് പ്രൈസസ് തന്നിട്ടുണ്ട്. ഇതാണ് എന്ത് ഞാൻ പറഞ്ഞില്ല, ഡ്യൂറിങ് ദ ഇയർ, അതേപോലെ തന്നെ ഡേറ്റ് ഒക്കെ നോക്കാൻ കാരണം ഈ ഒരു പ്രൈസ്, ജനറൽ പ്രൈസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓൺ January 1 നമുക്ക് തന്നിട്ട് 150, അതേപോലെ തന്നെ ആവറേജ് ഫോർ ദി ഇയർ, ആ ഇയറിൽ മൊത്തത്തിൽ എന്താണ്? 175, അതേപോലെ തന്നെ ഓൺ July 1 180, ഓൺ December 31 200. ഓക്കെ, ഇതെന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യന്. നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ജനറൽ പർച്ചേസിങ് പവർ ഗെയിൻ ആണോ ലോസ് ആണോ എന്നുള്ളത് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോമാറ്റ് വരുന്നത്. കൺവേർഷൻ ഓഫ് മോണിറ്ററി അസെറ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, കൺവേർഷൻ ഫാക്ടർ, പ്രൈസ് ലെവൽ അഡ്ജസ്റ്റ് എമൗണ്ട്, അതേപോലെ തന്നെ പർച്ചേസിങ് പവർ ഗെയിൻ ഓർ ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് നെറ്റ് മോണിറ്ററി അസെറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. നമ്മൾ ബിഗിനിങ് ഓഫ് ദി ഇയറിൽ എത്രയാണ് നെറ്റ് മോണിറ്ററി അസെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റിനിലോട്ട് വരാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 18,000 ആണ് എന്ത്? ജാനുവരി 1 നെറ്റ് മോണിറ്ററി അസെറ്റ്. അപ്പോൾ നമുക്കത് എന്ത് എഴുതാം? 18,000 എഴുതാം. ഓക്കെ, 18,000 എഴുതി. ഇനി കൺവേർഷൻ ഫാക്ടറാണ്. കൺവേർഷൻ ഫാക്ടറിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സ് യു ആർ കൺവേർട്ടിങ് ടു ഡിവൈഡ് ബൈ ഇൻഡെക്സ് യു ആർ കൺവേർട്ടിങ് ഫ്രം. അതായത് നമ്മളിപ്പോൾ January 1 നമ്മളെ മോണിറ്ററി അസെറ്റ് അല്ലേ, അപ്പോൾ അത് എത്രയാണ്? 150 ആണ്. അതേപോലെ തന്നെ നമ്മൾ കൺവേർട്ടിങ് ടു എന്താണ്? എൻഡ് ഓഫ് ദി ഇയർ അല്ലേ, അപ്പോൾ December 31 എത്രയാണ്? 200 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 200 ഡിവൈഡ് ബൈ 150 വരും അല്ലേ. അപ്പോൾ കൺവേർഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 200 ഡിവൈഡ് ബൈ 150. ഇതിൻ്റെ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18,000 ഇൻറ്റു 200 ഡിവൈഡ് ബൈ 150 എത്ര വരും? 24,000 റുപ്പീസ് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇൻക്രീസ് ഇൻ നെറ്റ് മോണിറ്ററി അസെറ്റ്സ് ഡ്യൂറിങ് ദ ഇയർ. ആ വർഷത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള മോണിറ്ററി അസെറ്റിൽ വരുന്ന ഇൻക്രീസുകളാണ്. അതായത് സെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ മോണിറ്ററി അസെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആ വർഷത്തിൽ. അപ്പോൾ അതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിൽസ് നോക്കാം. സെയിൽസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്യൂറിങ് ദ ഇയറിൽ 17,000 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം. ഓക്കെ, 70,000 സെയിൽസ്. ഓക്കെ, ഇനി കൺവേർഷൻ ഫാക്ടർ നമ്മൾ എങ്ങനെ നോക്കും? ഡ്യൂറിങ് ദ ഇയർ ആണ് അല്ലേ, നമുക്കൊരു ഡേറ്റോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ എടുക്കുക? ആവറേജ് ഫോർ ദ ഇയർ ആണ് എടുക്കുക, 175. അപ്പോൾ നമുക്ക് കൺവേർട്ടിങ് ടു ഏതാണ്? കൺവേർട്ടിങ് ടു എൻഡ് അല്ലേ, December 31. എല്ലാത്തിലും 200 തന്നെയാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ വരിക? നമ്മൾ ഡ്യൂറിങ് ദി ഇയറിൽ 175 ആണ്. അപ്പോൾ 200 ഡിവൈഡ് ബൈ 175. അപ്പോൾ 70,000 ഇൻറ്റു 200 ഡിവൈഡ് ബൈ 175 എന്ന് പറഞ്ഞാൽ എത്ര വരും? 80,000 വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മളോടൊരു സെയിൽ ഓഫ് മെഷീൻ പറയുന്നുണ്ട് അല്ലേ. ഒരു 9,000 റുപ്പീസിന് മെഷീൻ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾഡ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ നെറ്റ് മോണിറ്ററി അസെറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഓൺ 1 ജൂലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 9,000 എഴുതാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലേ, സെയിൽ ഓഫ് മെഷീന് 9,000 വരും. ഓക്കെ,
ഇനി നമുക്ക് കൺവേർഷൻ ഫാക്ടർ നോക്കാം. ഓൺ 1st ജൂലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് ജൂലൈ 1 ജനറൽ പ്രൈസ് എത്രയാണ് 180. അപ്പോൾ കൺവേർട്ടിങ് ടു 200ഉം അതേപോലെ തന്നെ കൺവേർട്ടിങ് ഫ്രം എന്ത് വരും 180ഉം വരും. അപ്പോൾ 200 ഡിവൈഡ് ബൈ 180. അപ്പോൾ ഇങ്ങനെ 9000 ഇൻറ്റു 200 ഡിവൈഡ് ബൈ 180 എന്ന് പറയുമ്പോൾ 10,000 വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ സെയിൽസൊക്കെ, നമ്മളെ നെറ്റ് മോണിറ്ററി അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. ഈ സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും 97,000 ആൻഡ് നമ്മളുടെ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 1,14,000 വരും. ഓക്കെ, ഇത് എന്താണ്, പർച്ചേസിങ് പവർ ഗെയിൻ ആണോ ലോസ് ആണോ? അതായത് നമ്മുടെ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 1,14,000 ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് പറഞ്ഞാൽ എന്താണ് 97,000 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക 17,000 ആണ് കിട്ടുക. ഓക്കെ, ഇതെന്താണ് ലോസാണ്. ഓക്കെ, അപ്പോൾ പർച്ചേസിങ് പവർ ലോസ് ആണ് വന്നിട്ടുള്ളത്. അതായത് പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് അല്ലേ കൂടുതൽ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് എന്താണ് വന്നിട്ടുള്ളത് ലോസ് ആണ് വന്നിട്ടുള്ളത്. ഇത്രയും നമ്മൾ നോക്കിയത് ഇൻക്രീസ് ഇൻ നെറ്റ് മോണിറ്ററി അസറ്റ്സ് ആണ്. ഇനി നമുക്ക് ഡിക്രീസ് ഇൻ നോൺ മോണിറ്ററി അസറ്റ്സ് നോക്കാം. അതായത് പർച്ചേസസ് എക്സ്പെൻസസ് ഒക്കെയാണ് ഈ ഒരു ഇതിൽ വരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ് പർച്ചേസസ് ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഡ്യൂറിങ് ദ ഇയറിൽ 52,500 ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പർച്ചേസസിൽ എന്ത് ചെയ്യാം 52,500 എഴുതാം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇനി കൺവേർഷൻ ഫാക്ടർ എന്താണ് ഡ്യൂറിങ് ദ ഇയർ ആണ് അല്ലേ. അപ്പോൾ ഡ്യൂറിങ് ദ ഇയറിൽ നമ്മൾ ഏതാ എടുക്കുക ആവറേജ് ഫോർ ദ ഇയർ 175 എടുക്കുക. കൺവേർട്ടിങ് ടു എന്താണ് 200 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതണം 200 ഡിവൈഡഡ് ബൈ 175 എന്തുകൊണ്ട് എടുത്തത് ഡ്യൂറിങ് ദ ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആവറേജ് ഓഫ് ദി ഫോർ ദി ഇയറിലുള്ള ജനറൽ പ്രൈസാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ 52,500 ഇൻറ്റു 200 ഡിവൈഡ് ബൈ 175 എന്ന് പറഞ്ഞാൽ എത്ര വരും 60,000 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഉള്ള എക്സ്പെൻസ് എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറയുന്നത്. അതും എന്താണ് ഡ്യൂറിങ് ദ ഇയറിലാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണ് 17,500 ആണ്. അതിൻ്റെ കൺവേർഷൻ ഫാക്ടർ എത്രയാണ് ഡ്യൂറിങ് ദ ഇയർ അല്ല, അപ്പോൾ 200 ഡിവൈഡ് ബൈ 175 വരും. അതിൻ്റെ ആൻസർ എന്താണ് 20,000 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന നമ്മളെ ഇതെന്താണ് ഡിക്രീസ് ഇൻ മോണിറ്ററി അസറ്റ് എന്താണ് ഒരു ഇത് വരുന്നില്ല പർച്ചേസ് ഓഫ് മെഷീൻ വരുന്നുണ്ട് അല്ലേ. ഡിസംബർ 31 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 12,500 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മെഷീൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺ ഡിസംബർ 31 ആണ്. ഓക്കെ, അപ്പോൾ കൺവേർട്ടിങ് ടു എന്താണ് 200 ആണ്. കൺവേർട്ടിങ് ഫ്രമ്മും എന്താണ് 200 തന്നെ വരല്ലേ. ഡിസംബർ 31 മെഷീൻ മേടിച്ചിട്ടുള്ളത്. ആ ഡിസംബർ 31 തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു കൺവേർഷനും നടക്കുന്നത്, കൺവേർഷൻ ഫാക്ടറും നടക്കുന്നത്. അപ്പോൾ എന്താ വരിക ആദ്യം നമുക്ക് പർച്ചേസ് ഓഫ് മെഷീൻ എത്ര റുപ്പീസിനാണ് 12,500 റുപ്പീസിനാണ്. അപ്പോൾ കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും 200 ഡിവൈഡ് ബൈ 200 അല്ല. ഡിസംബർ 31 എന്ത് ചെയ്തിട്ടുള്ളത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഡിസംബർ 31 തന്നെയാണ് ഇത് എന്ത് ചെയ്യേണ്ടത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 200 ഡിവൈഡ് ബൈ 200. ഇത് ടെക്സ്റ്റ് ബുക്കിൽ 200 ഡിവൈഡ് ബൈ 175 എന്നാണുള്ളത്. അത് തെറ്റാണ് കേട്ടോ. 200 ഡിവൈഡ് ബൈ 200 ആണ്. ഉത്തരം എന്ത് വരും 12,500 വരും. ഇനി നമുക്കിത് ടോട്ടൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ നോൺ മോണിറ്ററി അസറ്റിൽ ഡിക്രീസ് വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇനി അത് നമുക്ക് ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും 82,500 വരും. അതേപോലെ തന്നെ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 92,500 വരും. ഇതിലേതാ കൂടുതൽ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് ആണ് കൂടുതൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇത് നമ്മൾ നോൺ മോണിറ്ററി അസറ്റിന് ഡിക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് എമൗണ്ട് കൂടിയാൽ അതിനർത്ഥം നമുക്ക് എന്താണ് ഗെയിൻ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ പർച്ചേസിങ് പവർ ഗെയിൻ ആണ്. എത്രയാണ് വന്നിട്ടുള്ളത് 92,500 മൈനസ് 82,500 നമുക്ക് 10,000 റുപ്പീസ് എന്ത് വന്നിട്ടുണ്ട് ഗെയിൻ വന്നിട്ടുണ്ട്. പർച്ചേസിങ് പവർ ഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് 17,000 എന്ത് വന്നിട്ടുണ്ട്, മറ്റേ ഇൻക്രീസ് ഇൻ നെറ്റ് മോണിറ്ററി അസറ്റിൻ്റെ ടോട്ടൽ 70,000 ആണ്. അതേപോലെ തന്നെ ഡിക്രീസ് ഇൻ നോൺ മോണിറ്ററി അസറ്റിൻ്റെത് 10,000 ആണ് അല്ലേ. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 7,000 ആണ്. ഓക്കെ, 7,000. ഇതിൽ കൂടുതൽ ഏതാണ്? ഇതാണ് അല്ലേ, 17,000 ആണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് നെറ്റ് പർച്ചേസിങ് ലോസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്ര? 7,000. ഓക്കെ, ഇനി നെറ്റ് പർച്ചേസിങ് ലോസ് 7,000 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ നെറ്റ് മോണിറ്ററി അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റ് എമൗണ്ട് ഓഫ് നോൺ മോണിറ്ററി അസറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? 1,14,000 അതേപോലെ തന്നെ 92,500. ഇതിൻ്റെ ഡിഫറൻസ് എഴുതുക. എത്രയാണ്? 21,500. അതിൽ നിന്ന് നമ്മൾ പർച്ചേസിങ് പവർ ലോസ് ലെസ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ല 7,000, അതെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓക്കെ, 14,500. ഓക്കെ, അപ്പോൾ ഡിസംബർ 31 നമുക്ക് കിട്ടിയ നെറ്റ് മോണിറ്ററി അസറ്റാണ് എന്ത്? 14,500 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? നമ്മുടെ സൊല്യൂഷൻ. ഇതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഇൻവെൻട്രീസ് ആണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഇൻവെൻട്രീസ് റീസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഇറ്റ് വിൽ റിക്വയർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു അസംഷൻസിൻ്റെ ഇതിൽ ബേസിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത് രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡിലാണ്, അണ്ടർ ഫിഫോ ആൻഡ് അണ്ടർ ലിഫോ. ഓക്കെ, അണ്ടർ ഫിഫോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഔട്ടാണ്, നമ്മൾ ഡിഗ്രിയിലും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അണ്ടർ ഫിഫോയിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഓൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഔട്ട് ഓഫ് കറണ്ട് പർച്ചേസസ്. ഓക്കെ, ഇനി അണ്ടർ ലിഫോയിലാണെങ്കിൽ in this case, cost of sales include current purchases only when cost of sales exceeds current purchases. Closing stock inventory is out of purchases done in the last year. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സാണ് എന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഇൻവെൻട്രീസ് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇൻവെൻട്രി ഓൺ 31 മാർച്ച് 2018 ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വരുന്നത് 20,000 ആണ്. അതിന് ജനറൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 200 ആണ്. അതേപോലെ തന്നെ ഇൻവെൻട്രി ഓൺ 31 മാർച്ച് 2019, ഈ 2018 ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ 31 മാർച്ച് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്? 25,000 ഉണ്ട്. അതിൻ്റെ ജനറൽ പ്രൈസ് എന്ന് പറയുന്നത് 230 ആണ്. പിന്നെ ഒരു പർച്ചേസസ് ഡൺ ഡ്യൂറിങ് ദ ഇയർ, ആ ഒരു വർഷത്തിൽ എന്ത് നടന്നിട്ടുണ്ട്? പർച്ചേസ് നടന്നിട്ടുണ്ട് 1,55,000 ആണ്. അതിൻ്റെ ജനറൽ പ്രൈസ് എന്ന് പറയുന്നത് 220 ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ അണ്ടർ ഫിഫോ മെത്തേഡിലാണ് അതിന് സൊല്യൂഷൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് വരുന്നത്? 31 മാർച്ച് 2018 ഓപ്പണിംഗ് സ്റ്റോക്ക് വരെ എത്രയാണ്? 20,000 ആണ്. അപ്പോൾ നമ്മൾ 20,000 എഴുതി. ഓക്കെ, ഇനി അതിൻ്റെ കൺവേർഷൻ ഫാക്ടർ എങ്ങനെയാണ് വരിക? ഓക്കെ, അതിൻ്റെ ക്ലോസിങ്ങിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ കൺവേർട്ട് ചെയ്യണത് ഏതാണ്? 230 ആണ് കൺവേർട്ടിങ് ടു വരിക. ആൻഡ് കൺവേർട്ടിങ് ഫ്രം ഏതാണ് അല്ലേ? 200 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് കൺവേർട്ടിങ് ഫ്രം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വരും? 230 ഡിവൈഡ് ബൈ 200, 23,000 കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് കൺവേർഷൻ ഫാക്ടർ എങ്ങനെ വന്നെന്നുള്ളത് നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക്, അതായത് കൺവേർട്ടിങ് ടു എന്താണ്? 230 ആണ്. കൺവേർട്ടിങ് ഫ്രം ക്ലോസിങ് സ്റ്റോക്ക് എന്താണ്? 200 ആണ് വരിക. അപ്പോൾ 230 ഡിവൈഡ് ബൈ 200. ഇനി പർച്ചേസ് ഫ്രം കറണ്ട് പർച്ചേസ്, അതായത് കറണ്ട് പർച്ചേസിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അതായത് ഓൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഔട്ട് ഓഫ് കറണ്ട് പർച്ചേസസ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? നമ്മൾ കറണ്ട് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 1,55,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 25,000 ആണ്. അപ്പോൾ 1,55,000 മൈനസ് 25,000 എത്ര വരും? 1,30,000 വരും. അതിൻ്റെ കൺവേർഷൻ ഫാക്ടർ വരുന്നത് 230 ഡിവൈഡ് ബൈ 220 ആണ് അല്ലേ. കൺവേർട്ടിങ് ടു 230 ആണ്. കൺവേർട്ടിങ് ഫ്രം എന്താണ്? 220 ആണ്. ഓക്കെ, പർച്ചേസ് അല്ല, അപ്പോൾ 220 വരും. അപ്പോൾ എന്താണ്? 230 ഡിവൈഡഡ് ബൈ 220 വരും. അപ്പോൾ ആൻസർ വരിക 1,35,909. ഓക്കെ,
ഇനി ഇത് നമുക്ക് ടോട്ടൽ ചെയ്യാം. എത്ര വരും? 1,30,000 പ്ലസ് 20,000 1,50,000 വരും. ആൻഡ് ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 1,58,909. ഓക്കെ, ഇനി ക്ലോസിങ് സ്റ്റോക്ക്. നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് എത്രയാണ്? 25,000 ആണ്. അതിന് കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 230 ഡിവൈഡഡ് ബൈ 220. ഓക്കെ, നമ്മളെ 230 എന്ന് പറഞ്ഞാൽ കൺവേർട്ടിങ് ടൂവും 220 കൺവേർട്ടിങ് ഫ്രമും. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക 26,136. അപ്പോൾ ഇതാണ് എന്ത്? അണ്ടർ ഫിഫോ മെത്തേഡിൽ നമ്മൾ കണ്ടെത്തിയ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അണ്ടർ ലിഫോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അണ്ടർ ലിഫോ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 20,000 അല്ലേ? ഓക്കെ, 20,000. അതേപോലെ തന്നെ പർച്ചേസ് എത്രയാണ്? 1,50,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 25,000. അപ്പം നമുക്ക് 1,50,000 റുപ്പീസ് കിട്ടും. ഇതാണ് എന്ത്? കോസ്റ്റ് ഓഫ് സെയിൽസ് വരിക. അപ്പോൾ നമുക്കത് എഴുതാം 1,50,000. ഇനി അതിന് കൺവേർഷൻ ഫാക്ടർ എങ്ങനെ വരും? 230 ഡിവൈഡ് ബൈ 200. അപ്പോൾ എത്ര കിട്ടും? 1,66,880. ഓക്കെ, ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ആദ്യം ഔട്ട് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല, ഔട്ട് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20,000 ആണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ടേക്കൺ ഔട്ട് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 1,50,000 ആണ്. നമ്മൾ പർച്ചേസ് ഡൺ ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞാൽ 1,55,000. അപ്പോൾ അതിൽ വരുന്ന ഡിഫറൻസ് എത്രയാണ്? 5,000 ആണ്. അപ്പോൾ ഔട്ട് ഓഫ് കറൻറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 5,000 വരും. ഇനി ഇതിൻ്റെ കൺവേർഷൻ ഫാക്ടർ എന്താണ്? 230 ഡിവൈഡ് ബൈ 200. 230 ഡിവൈഡ് ബൈ 200 വരും 23,000 and 5,227. ഓക്കെ, ഇത് നമുക്ക് ഇത് രണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 25,000 വരും. 25,000 നമ്മളെന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. ഓക്കെ, ഇത് രണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 28,227 വരും. ഓക്കെ, ഇതാണ് എന്ത്? അണ്ടർ ലിഫോ മെത്തേഡ്. അപ്പോൾ ഫിഫോ മെത്തേഡിലും ലിഫോ മെത്തേഡിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ.